നമ്മുടെ രണ്ടാമത്തെ കുറ്റി പുട്ടുപൊടി റെഡി ആയിട്ടോ. അപ്പോൾ ഇനി കുറച്ച് പൊടിയും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ അപ്പോൾ പുട്ട് റെഡിയായി, കറി റെഡിയായി, അപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ ഇനി ഒന്ന് അടിച്ച് തുടയ്ക്കണം. അങ്ങനെ തേങ്ങ നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. ജാറ് നേരെ കഴുകി വെച്ചത് വെള്ളം മാറുന്നപ്പോൾ എടുത്ത് വെച്ചു. അപ്പോൾ ജാറ് എവിടെയായിട്ട് വെക്കുക, അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ. എനിക്ക് എപ്പോഴും കുഞ്ഞ് ജാറിൻ്റെ ആവശ്യമുണ്ട്, ചമ്മന്തി ആയിട്ട് അതൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പരന്നിട്ടുള്ള പുട്ടുപൊടിയും തേങ്ങയും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തുടച്ച് കളഞ്ഞിട്ടോ. അതിന് ശേഷം ഇനി ഞാൻ അടിക്കാനും തുടയ്ക്കാനും അങ്ങനെയുള്ള പണികൾക്ക് പോവുകയാണേ. അങ്ങനെ ഞാൻ അവിടേക്കൊന്ന് തുടച്ച് ഗ്യാസിലൊക്കെ ഒന്ന് കറിയൊക്കെ തെറിച്ചതെല്ലാം തുടച്ചൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അവിടെ കുറച്ച് പാത്രം പരന്നിട്ടുണ്ടായിരുന്നേ, അത് കഴുകാൻ ഞാൻ ഇങ്ങോട്ട് ഇതാ ഡിഷ് വാഷ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോഴാണ് ദ്രോട്ട് നീറ്റ് വരുന്നത്. അവൻ എണീക്കുന്നതിന് മുമ്പ് തുടയ്ക്കാമെന്ന് വെച്ചതാണ്. അപ്പോൾ ആൾ നീറ്റ് വരുന്ന ആൾ നേരത്തെ നീക്കും കേട്ടോ. നിച്ചന് മരിയോ ഉറങ്ങൂല. അപ്പോൾ നീറ്റ് കണ്ട് ഉടുപ്പൊന്നും ഇല്ലാണ്ട് വന്നപ്പോൾ ഞാൻ വേഗം ഓൻ്റെ ടർക്കി എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഓന് തോളിലിട്ട് നോക്കി. അപ്പോൾ ആരും ഉറങ്ങാനാൾ അമ്മ ഉറക്കല്ലേ പാപ്പം പുട്ട് കണ്ടിട്ട് പാപ്പം എന്നൊക്കെ പറയാണ്ട് നിൽക്കുക കേട്ടോ. അത് പാപ്പം വേണം അപ്പം വേണം അങ്ങനെയൊക്കെ പറയുകയാണ്. അങ്ങനെ ഞാൻ നേരെ ഇങ്ങനെ അടുക്കളയിൽ കൊണ്ടുപോയി. കാക്കേനെ എൻ്റെ അമ്മയെ കാക്കേനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കാക്ക ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ കാക്കേനെ കണ്ടുവന്ന് ഇങ്ങനെ ഞങ്ങൾ ഉടുപ്പൊക്കെ ഇട്ട് വന്ന് നല്ല സുന്ദരമായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോഴാണ് ഓനാണ് ഈ മീനിന് ഫുഡ് കൊടുക്കുന്ന ആൾ. ഇത് ഞങ്ങൾ ഈ കുട്ടി കേട്ടോ. അപ്പോൾ ഏതിന് കൊടുക്കുന്ന നേരത്തെ നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഓൻ എപ്പോഴും കൊടുക്കും. അപ്പോൾ കൊടുത്തോ പറഞ്ഞപ്പോൾ കേട്ടോ കാണുന്നത്. നേരെ ഇനി മീനിന് കൊടുക്കാം കേട്ടോ. ഈ ഫുഡ് കൊടുക്കണത് മാത്രമല്ല, ചിലപ്പോൾ അതിന് കയ്യിൽ ഇങ്ങോട്ട് എടുക്കുക വരെ ചെയ്യും. അന്നാളുടെ മീനിൻ്റെ കൈ പിടിച്ച് നിൽക്കണം. അതിന് ശേഷം ഓനെ തന്നെ നോക്കിയേക്കണം ഫുഡ് കൊടുക്കുമ്പോൾ. അങ്ങനെ മീനിന് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഇനി ഓന് പുട്ട് വേണമെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കുളിച്ചിട്ട് കഴിക്കും, ചിലപ്പം കുളിക്കില്ല. അപ്പം ഓൻ്റെ ഓയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങണോ ഇച്ചുവിനെ അംഗൻവാടിയിലാക്കാൻ പോകുമ്പോൾ എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓൾറെഡി ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്നുള്ളൊരു വിചാരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഏട്ടന് ഇന്ന് പുട്ട് ചായ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞിട്ട് 2 എണ്ണം ആക്കി ആൾ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നേരെ ധ്രുവിൻ്റെ മേലെ നിന്ന് ഇറക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ ഓൻ്റെ പാട്ട്. അപ്പം നേരെ ഓൻ്റെ പാട്ട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടോ കുറച്ച് ടൈം. അങ്ങനെ ഞാൻ പുട്ടെടുക്കുമ്പോൾ തന്നെ ഞാൻ വെച്ച് പേട്ടുണ്ടല്ലോ വേഗം അടിച്ച് തുടച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ പണി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഓൻ പാട്ട് വെച്ച് ഓൻ അവിടെ എടുത്തി കേട്ടോ. അടി തൊടെ പെട്ടെന്ന് കഴിയട്ടോ. അങ്ങനെ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ നൈസായിട്ട് അങ്ങോട്ട് ഇതാ പറയുമ്പോൾ കഴിയും. ഞാൻ എന്താ വെച്ചാൽ ഡെയിലി തുടയ്ക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മോപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേയും സൺഡേയും നന്നായിട്ട് ഡീപ്പായിട്ട് തുടയ്ക്കും. അത് ആ ഡേറ്റാണ് ഞാൻ വെച്ചേക്കുന്നത്. അന്ന് പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കേട്ടോ. അങ്ങനെ ഫിക്സ് ചെയ്തതൊന്നുമല്ല. എന്നാലും മാക്സിമം ഞാൻ ആ ഡേറ്റിൽ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് അങ്ങോട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വേഗം തുടയ്ക്കും. ടേബിൾ, പിന്നെ ബേ വിൻഡോൻ്റെ അവിടെ, പിന്നെ ഓപ്പൺ കിച്ചണിൻ്റെ, പിന്നെ കിച്ചണിലെ സ്ലാബ്, TVൻ്റെ അവിടെ, അതൊക്കെ ഇങ്ങോട്ട് തുടച്ചിട്ടുണ്ട്. നേരെ അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം നേരെ തുടയ്ക്കാളെടുത്തിട്ട് തുടയ്ക്കും. അപ്പോൾ തുടയ്ക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു പാർട്ടായിട്ടാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിൽ കയറി നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബായ്. അപ്പോൾ അടുത്ത വീഡിയോ നോക്കണേ.